ഹായ് ഫ്രണ്ട്സ്, ന്യൂ ഇയർ ആയതുകൊണ്ട് ചെറുതിനെ എടുത്തിട്ട് ഷോപ്പിങ്ങിന് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങളത് 3 പേര് മാച്ച് ഒക്കെ ഇട്ടിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. ഡിമാർട്ടിന്റെ പേരുള്ള സൂപ്പർ മാർക്കറ്റിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. സാറ്റർഡേ സൺഡേ ഭയങ്കര ഇത് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 20 മിനിറ്റ് ട്രാവൽ ഉണ്ടായിരുന്നു. എത്തിയിട്ടുണ്ട്. ഒരുവിധ കങ്കാരു കുട്ടീൻ്റെ തൊട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് ഇരുന്നിട്ട്. തമിഴിൽ ചക്ക പോലെ ഡിമാർട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൻ്റെ മെയിൻ ഡ്യൂട്ടി ഇപ്പോൾ ഇതാണ്, കുട്ടീനെ ഇങ്ങനെ കാരിയറിൽ ഇരുത്തിയിട്ട് കൊണ്ടുപോവുക. ഞങ്ങളിപ്പോ കുറച്ച് ബാത്റൂം യൂട്ടിലിറ്റീസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ലൈസോൺ, ഹാർപ്പിക് അതൊക്കെ വാങ്ങിച്ചു. അപ്പോൾ നോട്ടം കണ്ടിട്ട് ആകെപ്പാടതൊക്കെ വലിച്ചിടാനുള്ള ലക്ഷണം ഉണ്ട് മൂത്ത്. ആ സെക്ഷനിൽ നിന്ന് ഞങ്ങൾ ലൈസോള്, ഹാർപ്പിക്, പിന്നെ ഡിഷ് വാഷ് ബാർ ഒക്കെ വാങ്ങിച്ചു. പിന്നെ അടുത്ത സെക്ഷനിൽ ഞങ്ങൾ എത്തി. ക്രോക്കറി സെക്ഷൻ ആയിരുന്നു അത്. അതെ, അവളെ കാലോണ്ട് തട്ടിട്ടുണ്ടാട്ടോ. കാലേ തപ്പു വേനോ. കുറേ പാത്രങ്ങൾ ഉണ്ടായിരുന്നു, കുറേ പ്ലേറ്റുകൾ, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ചിമ്മ ഫുള്ള് ഇവിടെ തന്നെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കുകയായിരുന്നു. കാരണം പുള്ളിക്കാരിക്ക് പാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണേ. അവസാനം ഞങ്ങൾ ചായക്കപ്പ് നോക്കി, ചായക്കപ്പ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ചായക്കപ്പാണ് ഞങ്ങൾ വാങ്ങിയത്. ഒരു സെറ്റിൽ 6 ഉണ്ട്, 99 ഉറുപ്പ്യ ഉള്ളതിന്. ഈ കപ്പ് ഭംഗിയുണ്ടല്ലേ ചിമ്മ, ഭംഗിയുണ്ടല്ലേ. ഈ കളർ മേടിക്കുക. ഞങ്ങളൊരു കേട്ടൻ വാങ്ങാന്ന് വിചാരിച്ചു. വേറൊരു കേട്ടൻ വാങ്ങിച്ചത് അത് വെയിലടിക്കുന്നുണ്ടായിരുന്നു വല്ലാതെ. കുരുവിന്റെ കണ്ണ് കണ്ടിട്ട് എനിക്ക് നല്ല ഉറക്കം വരുന്നത് തോന്നൊക്കെ. ഇത് ലോണ്ടറി ഏരിയയാണ്. കുറെ ലോണ്ടറി ബാസ്ക്കറ്റ്സും ബക്കറ്റും മഗ്ഗും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല വില ഉണ്ട്. 600 രൂപയല്ലേ കൂടുതൽ. നല്ല സ്റ്റഡി ആയിരുന്നു. ഭംഗിയുണ്ടല്ലേ, ക്യൂട്ടായിണ്ട്. വേണോ? പിന്നെ ഞാൻ അപ്പൂൻ്റെ അടുത്ത് മിനി ഡസ്റ്റ്ബിൻ വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങള്, പക്ഷെ അത് കിട്ടിയില്ല. ഇത് വേസ്റ്റ്ബിൻ അല്ല, ഇത് വേറെ എന്താണ്. ഈ വായ പൊടിച്ചിരിക്കുന്ന സാധനം മിനി ഡസ്റ്റ്ബിൻ അല്ല, പക്ഷെ കാണാൻ നല്ല ക്യൂട്ടാണ്. ഇതെന്താ സ്റ്റോറേജാ? അതിൻ്റെ ഇടയിൽ കുരുവിക്ക് 2 ഫേസ് ടവൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഒത്തിരി സാധനങ്ങളൊന്നും നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് കുറച്ച് ഫേസ് ടവൽ ആവശ്യമുണ്ടായിരുന്നു അവൾക്ക് വേണ്ടിയിട്ട്. ഒന്നിന് 20 ഉറുപ്പ്യാണ്. കുഞ്ഞുമണി എത്ര നേരം മോള് ഇരിക്കുന്നു നോക്കിയാ, ഫുഡ് ഗേളായിട്ട്. കുഞ്ഞുമണിയാ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾക്ക് വിശന്നിട്ട് ആകെ പ്രാന്തായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഇലക്ട്രിക് പമ്പ് വാങ്ങിയത് ഭയങ്കര ഉപകാരമായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ എനിക്ക് ഫീഡിംഗ് ബോട്ടിൽ നിറച്ചിട്ട് കൊണ്ടുവരാൻ പറ്റി പാല് അവൾക്ക് കൊടുക്കാനായിട്ട്. ഒരു ചെരുപ്പയുടെ കുഞ്ഞന്റെ മതിയായോ? അയ്യോ, അതിന് വെക്കാൻ പറ്റില്ല കേട്ടോ. അപ്പൊ പാലൊക്കെ കുടിച്ച് ടാങ്ക് ഫില്ലായപ്പം പുള്ളിക്കാരി ഭയങ്കര സൈലന്റ് ആയിട്ടോ. ഓക്കോളെ അച്ഛൻ്റെ അടുത്ത് നിൽക്കാൻ ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് തന്നെ എനിക്ക് ക്യാരിയർ അധികം ഇടേണ്ടി വന്നിട്ടുള്ളത് വരെ. ഇതാണോ ഏട്ടന് ഇഷ്ടം? അല്ലേ, ഈ സെക്ഷൻ ഫുള്ള് ചിപ്സ്, മുറുക്ക്, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. ഞാൻ തപ്പിക്കൊണ്ടിരുന്നത് എൻ്റെ ഫ്രൈംസ് ആണ്. ലാസ്റ്റ് ഞാനത് കണ്ടുപിടിച്ചിട്ട് ഫ്രൈംസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഈ വീൽസ്. പിന്നെ ഞാൻ നോക്കിയത് ലേസ് ആണ്. അതിൻ്റെ ഇടയിൽ എനിക്ക് ഈ പീനട്ട് ബാർ കിട്ടി. ഇതെല്ലാവർക്കും ഭയങ്കര ജീവനാണ്. അവസാനം ലേസ് എൻ്റെ കണ്ണിൽ പെട്ടിരിക്കുകയാണ്. എനിക്ക് ഓറഞ്ച് ലേസാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ അത് 30ന്റെ പാക്കറ്റ് ഞാൻ എടുത്തു. എല്ലാ ദിവസവും എനിക്ക് മൂവി നൈറ്റ്, അപ്പോൾ ഇരുന്ന് തിന്നാന്ന് വിചാരിച്ചു. മിൽക്ക് ഹലുവ. ഏട്ടാ ഇതെന്താ? ഏട്ടാ ഇതെന്നാ? ദിസ് വൺ. അത്
ഇതാ തിരുനെൽവേലി അൽവ. ഇത് നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാൻ പ്രഗ്നന്റ് ആയ സമയത്ത് ഇതായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. ഏതാ ഏതാ ഇതാ? ഇത് പൊളിക്കാത്തല്ലേ? ഈ മിൽക്കോവ ബൈ 1 get 1 ഫ്രീ ആണ്. അപ്പോൾ ഒരു ജാഗറി എടുത്തു, ഒരു ഷുഗർ എടുത്തു. പിന്നെ വീണ്ടും കുറച്ച് പീനട്ട് ക്യൂബ്സ് കണ്ടു, അതും ഞങ്ങൾ എടുത്തു. കാരണം എത്ര തിന്നാലും മതിയാത്തൊരു സാധനമാണ് ഇത്. പിന്നെ കുറച്ച് സോസൊക്കെ മേടിച്ച്, ചില്ലി സോസ്, ടൊമാറ്റോ സോസ് ഒക്കെ മേടിച്ചു. ഇപ്പം ഞങ്ങൾ അരിയുടെ സെക്ഷനിലേക്ക് പോവാണ്. കുറച്ച് അരി മേടിക്കാമെന്ന് വിചാരിച്ചു. പുളി എടുത്തോ? ഏകദേശം എല്ലാ സാധനങ്ങളും തീരാറായിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാർ മേടിച്ചിട്ട് പോകുന്നുണ്ട് തോന്നുന്നു. അതെന്താ അപ്പളോ? പപ്പട്. പപ്പട്. പാപ്പട്. അതെന്താ അത് വ്യത്യാസം? പാപ്പട് നോർത്ത് ഇന്ത്യൻ പാപ്പട്. ഇവിടെ അപ്പളല്ലേ കിട്ടുള്ളൂ ഏട്ടാ? അപ്പളം ഉണ്ട്. പൊരിഞ്ഞു വരുന്നത് അപ്പളം. നമ്മുടെ നാട്ടിൽ വരുന്നത് പപ്പടം. പപ്പടം ഇങ്ങനെ പൊരിഞ്ഞു വരും. ആ അങ്ങനെയൊക്കെ വരുമോ ഏട്ടാ? അരി തിന്നിട്ട് അതിന്റെ ട്രേസ് ഉണ്ട് കേട്ടോ മോത്ത്. കുട്ടിയും വെച്ച് അപ്പോൾ അരി നിറയ്ക്കുന്ന കാഴ്ചയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് അരി, പയറ്, പരിപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ കുറച്ച് വാങ്ങിച്ചു. ഡാഡി ഓഫ് ദ ഇയർ. ഇതിനെത്രയാ? 145 രൂപ. 45 രൂപയുടെ അരിയാ? ആ കാര്യ. ഞങ്ങളിപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലാണ്. ഇവിടെ ഡ്രസ്സിൻ്റെ സെക്ഷനാണ്. എനിക്കെന്താ ഡ്രസ്സൊന്നും അങ്ങനെ എടുക്കാൻ തോന്നിയില്ല. ഞാൻ കുരുവിക്കുകയാണെങ്കിൽ കുറച്ച് ഡ്രസ്സ് നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ ഒരു തേങ്ങ ഉണ്ടായിരുന്നില്ല. കുറേ ആവശ്യമില്ലാത്ത കുറേ കളക്ഷൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൊള്ളൂല. ഞങ്ങൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് കഴിഞ്ഞ് ഇപ്പോൾ അത് ബില്ല് ചെയ്യാൻ അപ്പോൾ നിൽക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഇവിടുന്ന് ഇറങ്ങാനും പിന്നെ കഴിക്കാൻ പോകാനൊക്കെ. കുരുവിക്ക് വിശന്നു തുടങ്ങി എന്നുള്ള സിഗ്നൽ അവൾ തന്നു തുടങ്ങിയത് വായിക്കകത്ത് കൈയിട്ടിട്ടുണ്ട്. അപ്പം ഇനി ഞങ്ങൾ കഴിക്കാതിരിക്കുമ്പോൾ വേണേൽ അവൾക്ക് വല്ലതും കൊടുക്കാൻ. അപ്പോൾ ഇത് ക്യാബ് ബുക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ നിൽക്കുകയാണ്. പാവ എല്ലാ ബാഗുകളും അവൻ തന്നെ ഉണ്ടോ പേർന്നത്. എൻ്റെ ഹാൻഡ് ബാഗ് അടക്കം അവനാണ് പിടിക്കുന്നത്. അപ്പോൾ ഇത് 5 മിനിറ്റിൽ തന്നെ ക്യാബ് ഇപ്പോൾ വരും. ഞങ്ങൾ ക്രസൻ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ബിരിയാണി കഴിക്കാനാണെന്ന് വിചാരിച്ചത്. പക്ഷേ ബിരിയാണിയൊക്കെ അപ്പോഴേക്കും തീർന്നു പോയിട്ടുണ്ടായിരുന്നു. ഇത് ഇവൾ കിടന്ന് ഉറങ്ങുന്ന നേരത്തിന് ഞാൻ കഴിക്കാമെന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു. പക്ഷേ എൻ്റെ എല്ലാ പ്ലാനിങ്ങും പരാജയപ്പെട്ടു പോയി. ഫുഡ് കൊണ്ട് വെച്ചത് അവൾ എണീക്കൽ ഒരേ സമയമായിരുന്നു. അപ്പോൾ ഇവിടെ പോയാലും എനിക്ക് തിന്നാനുള്ള യോഗ ഇല്ല എന്തായാലും. പക്ഷേ ഇവൾ ഉറങ്ങണ നേരത്തേക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ നടന്നില്ല. ഇതിപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് കുറേ സാധനങ്ങൾ. അപ്പം സ്റ്റ്യൂവും പിന്നെ പുട്ടും ചിക്കൻ കറിയും പിന്നെ പൊറോട്ടയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിരുന്നത്. അത് കണ്ടോ അവൾ എണീറ്റു. പക്ഷെ പാവ അവൾ എൻ്റെ അടുത്ത് ഇരുന്നു കേട്ടോ. ഞാൻ കഴിച്ച് കഴിയണ വരെ അവളെ ഞാൻ പിടിച്ചിരുന്നു. ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഭക്ഷണമൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഫ്ലാറ്റിലെത്തിയപ്പോൾ അവിടെ ന്യൂ ഇയർ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കൊണ്ടുപോയി അവളെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.